വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിലൊരു ഫേസ് വാഷ് തയ്യാറാക്കാനായിട്ട് ആഗ്രഹമുണ്ടോ എങ്കിൽ ഇതേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ഫേസ് വാഷ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നീമിൻ്റെ ഫേസ് വാഷാണ്. കുറേ പേര് നോർമൽ ഫേസ് വാഷിൻ്റെ വീഡിയോ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് നീമിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. നീമിൻ്റെ ഫേസ് വാഷ് നമുക്ക് സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ. പിമ്പിൾസ് ഒക്കെ വരുന്നത് നല്ല രീതിയിൽ കുറയ്ക്കാനും മുഖത്തിന് നല്ലൊരു സ്മൂത്ത്നെസ് ഒക്കെ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള കറുത്ത പാടുകളൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കിറ്റ് മേടിച്ച് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഫേസ് വാഷ് നമുക്ക് ഈ 1/2 കിലോയുടെ കിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരു ബിസിനസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കിറ്റ് മേടിച്ചിട്ട് ഉണ്ടാക്കി സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് മോഡൽ ഫേസ് വാഷ് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ എക്സ്ട്രാക്റ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫേസ് വാഷിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്, വൈറ്റമിൻ ഇ ടാബ്ലറ്റ്, സ്മെല്ല്, DM വാട്ടർ. നമ്മളിതിൽ ടാപ്പ് വാട്ടർ യൂസ് ചെയ്യാനായിട്ട് പാടില്ല, DM വാട്ടർ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി മഞ്ചിസ്റ്റാർഡ് വരുന്നുണ്ട്, അലോവേറ വരുന്നുണ്ട്, സാഫ്രോൺ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫേസ് വാഷ് മേക്കിംഗ് കിറ്റുകളുണ്ട് കേട്ടോ. പിന്നെ ഫേസ് വാഷിൻ്റെ സ്ക്രബ് വരുന്നുണ്ട്. അപ്പോൾ കുറേ ഫേസ് വാഷിൻ്റെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതാണ് സ്യൂട്ട് ആവുന്നത്, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് വെച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫേസ് വാഷ് ഉണ്ട്. ഓയിലി സ്കിൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫേസ് വാഷൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസ് വാഷിൻ്റെ ബേസ് 1/2 kg ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് മിക്സിങ് മാത്രമേ വരണുള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫേസ് വാഷിൻ്റെ ബേസ് ബൗളിലേക്ക് ഇട്ടതിന് ശേഷം DM വാട്ടറാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. DM വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീമിനറലൈസ്ഡ് വാട്ടറാണ്. നമ്മൾ ഇതുപോലെ ഷാമ്പൂ, ഫേസ് വാഷ്, ക്രീമുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് DM വാട്ടറാണ് കേട്ടോ എടുക്കുന്നത്. DM വാട്ടർ തന്നെ എടുക്കണം, ടാപ്പ് വാട്ടർ യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ നീമിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു 10 ml ആണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ലതായിട്ട് മോയ്സ്ചറാക്കി വെക്കാനാണ് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ആണ് കേട്ടോ. വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ അതൊരു 2 ടാബ്ലറ്റ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള വെച്ചെങ്കിൽ നമുക്കൊരു 6 തുള്ളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്കിതിൽ ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നീമിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കും വേണം. നമുക്ക് ഷെൽഫ് ലൈഫ് വളരെ കുറവായിരിക്കും കേട്ടോ. നമുക്ക് ഈ ഒരു ഫേസ് വാഷ് 6 മാസത്തിൽ കൂടുതൽ ഇരിക്കും. അപ്പോൾ പുറത്തോട്ടൊക്കെ കൊടുത്തേക്കാനാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതുപോലെ എക്സ്ട്രാക്റ്റ് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ നമുക്ക് കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളറൂടെ, ഗ്രീൻ കളറൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫേസ് വാഷ്, ഷാമ്പൂ എന്നാണ് പറയുന്നത് കേട്ടോ, ഈ ഫേസ് വാഷ് ഉണ്ടാവുക. ഇത് കുറച്ച് കഴിഞ്ഞാലാണ് കേട്ടോ നമ്മൾക്ക് ഇതിൽ പതയൊക്കെ മാറി നല്ല സെറ്റായിട്ട് കിട്ടും. പിന്നെ ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. നമ്മുടെ ഫേസ് വാഷിൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ മെഷർമെൻറ്റ് തെറ്റാണെങ്കിൽ പോലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫേസ് വാഷ് കിട്ടില്ല. അപ്പോൾ ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ബബിൾസൊക്കെ മാറി നല്ലോണം ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ നോക്കി നമ്മുടെ ഫേസ് വാഷ് നല്ല രീതിയിൽ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല നമുക്ക് ആ ഒരു ടെക്സ്ചർ നമ്മുടെ ഫേസ് വാഷിൻ്റെ അതേ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബോട്ടിൽസിൽ മാറ്റാം കേട്ടോ, ബോട്ടിൽസിലേക്ക് മാറ്റാം. അപ്പം ഞാൻ 120 ml ഉണ്ട് കേട്ടോ. 110-120 ml വരും ഈ ഒരു ബോട്ടിൽ നമ്മൾ ഫേസ് വാഷ് നിറയ്ക്കുമ്പോൾ. 100 ml 50 ml ഒക്കെ നിങ്ങൾക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി സാമ്പിൾ ബോട്ടിൽസിലാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പിളായിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫേസ് വാഷാണ്. ഇത് നമുക്ക് ലാബിലൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒരു ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ഹൈപ്പും ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാനും ലൈക്കും കമൻറ്റൊക്കെ ഉള്ളപ്പോൾ അത് കാണുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെയുള്ളൊരു പ്രചോദനം തന്നെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല പുതിയ പുതിയ വീഡിയോസായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കിറ്റുകൾ വേണമെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സോപ്പ് മേക്കിംഗ് കിറ്റ്, ഷാമ്പൂ മേക്കിംഗ് കിറ്റ്, ലിപ് ബാം മേക്കിംഗ് കിറ്റ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടിയത്താണ്. നിങ്ങൾക്ക് അവിടെ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.